തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പരദേവതാസ്ഥാനമായ കൊല്ലമ്പുഴ തിരുവറാട്ടുകാവിൽ ഭക്തിയുടെ നിറവിൽ അരിയിട്ടുവാഴ്ച നടന്നു. ക്ഷേത്രത്തിലെത്തിയ രാജകുടുംബാംഗങ്ങളെ ദേവസ്വം പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ചു. രാജസ്ഥാനിയൻ മൂലംതിരുനാൾ രാമവർമ്മയാണ് അരിയിട്ടുവാഴ്ച ചടങ്ങിനായി ക്ഷേത്രത്തിലെത്തിയത്. അമ്മയെ ശരണം. പലതവണയും ഓടി ഓടി വന്ന് തിരുവറാട്ടുകാവിൽ അമ്മയെ ദർശനം നടത്താറുണ്ടെങ്കിലും ഇത് ഔപചാരികമായിട്ട് കുഞ്ഞുങ്ങൾ അമ്മയ്ക്ക് നമ്മുടെ ഭക്തിയും ബഹുമാനവും സ്നേഹവും സമർപ്പിക്കുന്ന ഒരവസരമാണ്. അമ്മ നിങ്ങളെ എല്ലാവരുടെയും അമ്മയായിട്ടും ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. I came here from Poland. I heard a lot about Kerala, old and rich history of this beautiful country, and about rituals and customs. Also connect with a lot of temples, marvelous temples I can observe here. Now I am a witness of incredible custom. Rani, queen, from very old and very ancient family came here to every people, and this temple remember that temples belongs to this family, so it's incredible moment and I am very touched. പണ്ട് കാലത്ത് കാർഷിക അഭിവൃദ്ധിക്കായിട്ട് നമ്മൾ ഇവിടെ ഒരു പൂജ നടത്താറുണ്ട്. ആ പൂജയെ ബേസ് ചെയ്തും കൊണ്ടാണ് നമ്മളത് അരിയിട്ടുവാഴ്ച നടത്താറും. അതിപ്പോൾ കുറേ കാലമായിട്ട്, എത്രയോ കാലമായിട്ട് അതങ്ങനെ നടന്നു പോകുന്നു. അത് വളരെ ഭംഗിയായിട്ട് മകരത്തിലാണത് നടക്കാറ്. ഈ രാജകുടുംബത്തിൻ്റെ അമ്പലമാണല്ലോ. അപ്പോൾ ആ രാജാവ് അദ്ദേഹത്തിനെയാണ് നമ്മൾ അരിയിട്ട് വാഴ്ത്തുന്നത്. അവരാണ് ഇതിൻ്റെ മെയിൻ. നമ്മളവിടെ പൂജ ചെയ്ത് അദ്ദേഹത്തിന് തലയിൽ ലേശം പൂജിച്ച് അരി ഇടുകയാണ്. തന്ത്രി കാട്ടുമഠം പ്രവീൺ നമ്പൂതിരി, മേൽശാന്തി കലേഷ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശിവേലി എഴുന്നള്ളത്തിന് ശേഷം രാജസ്ഥാനിയൻ നാലമ്പലത്തിലേക്ക്. കളത്തിൽ കൊളുത്തിവെച്ച നിലവിളക്കിന് മുന്നിൽ തണ്ടൂല പൂജകൾക്കൊടുവിൽ തന്ത്രി മകരക്കൊയ്ത്തിലെ പുന്നല്ലരി അർപ്പിച്ചു. തുടർന്ന് അരി ദേവീ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത ശേഷം പ്രസാദമായി ഭക്തർക്ക് നൽകി. രാജകുടുംബാംഗങ്ങളായ ഗൗരി പാർവതിഭായി, ഗൗരി ലക്ഷ്മിഭായി, മാർത്താണ്ഡവർമ്മ, ആദിത്യവർമ്മ, വിഷ്ണു ശർമ്മ, ലേഖ വർമ്മ തുടങ്ങിയവരും ദേവസ്വം അധികൃതരും സംബന്ധിച്ചു.